I am not regular. I will not give you എല്ലാവർക്കും regular. ക്രിയേറ്റീവ് എക്സ്പ്ലോഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രീമിയം ഫോണുകളുടെ കൂട്ടത്തിലുള്ള വമ്പനായിട്ടുള്ള ഐഫോൺ 11 പ്രോയുടെ ഒരു റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. പ്രോ ക്യാമറാസ്, പ്രോ ഡിസ്പ്ലേ, പ്രോ പെർഫോമൻസ് എന്നുള്ളതാണ് ഐഫോൺ ഇതിന്, അതായത് ആപ്പിൾ ഇതിന് കൊടുത്തിരിക്കുന്ന ഒരു ടാഗ് ലൈൻ. ഇതിൽ തന്നെ ഏറ്റവും ആൾക്കാർ ജനപ്രീതി കിട്ടിയിട്ടുള്ള ഒരു കളറാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന കളർ, മിഡ് നൈറ്റ് ഗ്രീൻ എന്ന് പറയുന്ന കളർ. വളരെ മികച്ച ഒരു പ്രീമിയം ക്വാളിറ്റിയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ മാർക്കറ്റിലേക്ക് ആപ്പിൾ ഇറക്കിയിരിക്കുന്നത്. അതിൽ നമുക്ക് സംശയം തോന്നേണ്ട ആവശ്യമൊന്നുമില്ല. ആപ്പിൾ എന്തൊരു പ്രോഡക്റ്റ് ഇറക്കിയാലും അതിന്റെ പ്രോഡക്റ്റ് ക്വാളിറ്റി അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഏറ്റവും മികച്ചത് തന്നെയായിരിക്കും. ഇതും അതുപോലെ തന്നെ ഏറ്റവും മികച്ച ഒരു ക്വാളിറ്റിയിലാണ് ഇറക്കിയിരിക്കുന്നത്. 5.8 ഇഞ്ചസ് വരെ സ്ക്രീൻ സൈസ് ഉള്ള ഒരു റെറ്റിന XDR OLED, അതായത് ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന് പറയുന്ന OLED ഡിസ്പ്ലേ ആണ് ഇതിന് ആപ്പിൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ കണ്ണിനോ എത്ര മണിക്കൂർ ഉപയോഗിച്ചാലും നമ്മുടെ കണ്ണിനൊന്നും ഒരു സ്ട്രെയിൻ ഉണ്ടാക്കാത്ത ഒരു തരത്തിലുള്ള ഒരു സ്ക്രീനാണ്. വളരെ മികച്ച ഒരു സ്ക്രീൻ പെർഫോമൻസും വളരെ മികച്ച ഒരു പ്രോഡക്റ്റ് ക്വാളിറ്റി എന്ന് മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇതിനെക്കുറിച്ച് ഒരു നെഗറ്റീവ് പറയാനായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല, കാരണം വളരെ മികച്ച ഒരു മൊബൈൽ ഫോണാണിത്. 13mm ഒരു അൾട്രാ വൈഡ്, അതായത് 120 ഡിഗ്രി ഫീൽഡ് വ്യൂ ഉള്ള ഒരു പ്രൈമറി ക്യാമറയും ഒരു 26mm വൈഡ്, അതിന് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. 100% ഫോക്കസ് പിക്സൽസ് ഉള്ള ഒരു ക്യാമറയാണ്. പിന്നെ ഒരു 52mm ഒരു ടെലിഫോട്ടോ, അതിന്റെ അപ്പർച്ചർ വന്നിട്ട് 2.0 ആണ്. 2x ഒപ്റ്റിക്കൽ സൂമും തന്നിട്ടുണ്ട്. ഈ പറയുന്ന മറ്റുള്ള നമ്മുടെ മൊബൈൽ ഫോണുകളെ പോലെ തന്നെ പറയും പോലെ ഈ പറയുന്നതൊന്നും വെറുതെ ഒരു വേർഡ്സിൽ തന്നെ അവസാനിക്കുന്നതല്ല. ഐഫോണിന്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഐഫോണിന്റെ ക്യാമറ എന്ന് പറയുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് ഈ ഐഫോൺ 11 പ്രോയുടെ ക്യാമറ എന്ന് പറയുമ്പോഴത്തേക്കും ബെസ്റ്റ് ഇൻ ക്ലാസ് ആണ്, ബെസ്റ്റ് ഇൻ മാർക്കറ്റ് ആണ്. 4K 60 FPS വരെ നമുക്ക് ഇതിന്റെ പുറകിലത്തെ ക്യാമറയിൽ നിന്നും ഫ്രണ്ടിലത്തെ ക്യാമറയിൽ നിന്നും ഷൂട്ട് ചെയ്യാൻ പറ്റും. മറ്റുള്ള ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങൾക്ക് ഈ വിഷ്വലിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ല എന്തൊരു പ്രോഡക്റ്റ് ക്വാളിറ്റിയിലാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന്. ഐഫോണിന്റെ മറ്റുള്ള മാർക്കറ്റിലുള്ള ഫോണുകളെ പോലെ തന്നെ ഇതിലും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനൊരു നോച്ച് ഡിസ്പ്ലേ ആണ് അവർ തന്നിട്ടുള്ളത് എന്ന് ഉള്ളതാണ് എനിക്ക് ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം പുതിയൊരു ഫോൺ എന്നുള്ളൊരു ഇതിൽ നോച്ച് ഡിസ്പ്ലേ മാറ്റിയിട്ട് അവർക്ക് വേറെ എന്തെങ്കിലും തരാമായിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് ഇതിന്റെ ഈ ഒരു മൊബൈൽ ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം അത്രയും മികച്ച ഒരു പ്രോഡക്റ്റ് ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഓരോ കമ്പോണൻസും ഓരോ പാർട്സും വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് അവർ വളരെ ശാസ്ത്രീയവശമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഫോണൊന്നും എടുത്ത് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ ഏതാണ്ട് 1,00,000 രൂപയോളം ചിലവാക്കിയാണ് ഈ ഫോണിന്റെ ഒരു 64MB മെമ്മറി ഉള്ള ഒരു ഫോൺ ഒരാൾ മേടിക്കുന്നത്. അപ്പോൾ ആ 1,00,000 രൂപയ്ക്ക് എന്താണ് നമ്മൾ മേടിച്ചതെന്നുള്ളത് ഈ സാധനം കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ ആ ഒരു ഫീല് നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ 3 ക്യാമറകളും വെറുതെ നമ്പേഴ്സിന് വേണ്ടിയിട്ടല്ല തന്നിരിക്കുന്നത്. 3 ക്യാമറസിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അതായത് 3 ക്യാമറയും നമുക്ക് വളരെ മികച്ച രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ മാർക്കറ്റിലുള്ള മറ്റുള്ള ഫോൺ കണക്ക് ക്വാഡ് ക്യാമറ അറേഞ്ച്മെന്റ് ഒക്കെ ഉണ്ടെങ്കിലും അതിൽ പ്രൈമറി ക്യാമറ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. 3 ക്യാമറയ്ക്കും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന്റെ എല്ലാ സാമ്പിൾസും ഞാൻ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഒരേപോലെ തന്നെ ലോ ലൈറ്റിലും ഡേ ലൈറ്റിലും എത്ര വെയിലുള്ള ഒരു സമയത്തായിരുന്നാലും പെർഫോമൻസ് തരുന്ന ഒരു രീതിക്കുള്ള ക്യാമറയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അതിന് മികവേക്കാൻ വേണ്ടിയിട്ട് ആപ്പിളിന്റെ ഒരു A13 ബയോണിക് ചിപ്പാണ് പ്രോസസ്സറായിട്ട് ഇതിന് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടും പ്രോ എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ കാര്യം. പിന്നെ ഇതിന്റെ ഒരു ഫേസ് ഐഡിയുടെ ഒരു പ്രത്യേകത പറയുമ്പോഴത്തേക്ക് ആൾക്കാർ അതിനെക്കുറിച്ച് കുറെ ചെറിയ കമന്റ്സ് ഒക്കെ പറയുന്നത് കേട്ടായിരുന്നു, മോശമാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഫേസ് ഐഡി മാത്രമാണ് ഇതിനൊരു ലോക്കിന്റെ ഇതിനുവേണ്ടി സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ആക്ച്വലി ഇവർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ടെക്നോളജി വേറെയാണ്. നമ്മുടെ മറ്റുള്ള ഫോണുകളെ കണക്ക് നമ്മുടെ ഫോട്ടോ എടുത്തൊന്നും ഇത് സൂക്ഷിക്കുന്നില്ല അകത്ത്. ഇതിന്റെ വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടും പ്യുവർ പ്രൈവസി കൊടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ഈ 3 ലെൻസുകളും നിങ്ങൾക്ക് ഇപ്പോൾ വിഷ്വലി കാണുന്നത് പോലെ തന്നെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പല പല ലെൻസുകൾ, അതായത് പല ക്യാമറകൾ മാറ്റി മാറ്റി സ്വിച്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അതൊരു മികച്ച ടെക്നോളജി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മാറ്റി പല ലെൻസുകൾ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിന്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ ഓൾറെഡി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു ചാർജറും
പിന്നെ നമ്മുടെ ഒരു കേബിൾ വരുന്ന ഒരു ഹെഡ്സെറ്റ് ആണ് തന്നിരിക്കുന്നത്. പിന്നെ ഒരു ലൈറ്റനിങ് കേബിൾ ചാർജ് തന്നിട്ടുണ്ട്. അതിന്റെ രണ്ട് സൈഡ് USB-C ടൈപ്പ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യണമെങ്കിൽ ഒരു സൈഡിൽ USB ഉള്ള ടൈപ്പ് നമ്മൾ മേടിക്കണം. വിഷ്വലിൽ നിങ്ങൾക്ക് കാണാം മൂന്ന് ക്യാമറയും ഞാൻ മാറ്റി മാറ്റി ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് കാണാം. വളരെ മികച്ച ക്യാമറ പെർഫോമൻസ് തന്നെയാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഫ്രണ്ടിൽ വന്നിട്ട് ഒരു 12 MB ഒരു ക്യാമറയാണ് വരുന്നത്. പല ലെൻസുകൾ നമ്മളിങ്ങനെ മാറ്റി മാറ്റി യൂസ് ചെയ്യുന്നെങ്കിലും നമുക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ എന്ന് പറയുന്നത് വളരെ മികച്ച ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇതിൻ്റെ ക്യാമറ പെർഫോമൻസിൽ നിന്ന് കിട്ടുന്നത്. സൂം ലെൻസിന് മാത്രമാണ് ചെറുതായിട്ട് ഒരു ഫോക്കസ് ഔട്ട് നമുക്ക് കുറവായിട്ട് തോന്നുന്നത്. ബാക്കിയെല്ലാം ഫോക്കസ് ഔട്ട് കുറവായിട്ട് തോന്നുന്നില്ല, അത് ചില സിറ്റുവേഷൻസിൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാത്തിലും നമ്മൾ സ്വിച്ച് ചെയ്യുമ്പോൾ തന്നെ പ്രോപ്പറായിട്ട് എത്ര ദൂരെ ഇരിക്കുന്ന ഒബ്ജക്റ്റ് ആയിരുന്നാലും നിങ്ങളിപ്പോൾ വിഷ്വലി കാണുന്നതാണ് അപ്പം തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഫോക്കസ് ഔട്ട് എന്ന് പറയുന്ന സാധനമേ ആവുന്നില്ല. ഇത് ഫ്രണ്ട് ക്യാമറയിൽ എടുത്ത 2 സെൽഫി വിഷ്വൽസ് ആണ്. ഫ്രണ്ട് ക്യാമറയൊക്കെ നമുക്കൊന്നും പറയാനില്ല, പക്കയാണ്. ആ ഫ്രണ്ട് ക്യാമറയിൽ എടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഈ ലൈറ്റ് ഒരു സൈഡിൽ നിന്ന് മാത്രമേ അടിക്കുന്നുള്ളൂ. അപ്പം ഞാൻ ലൈറ്റിനെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരേ സമയത്ത് ഡാർക്കർ സൈഡും ഒരേ സമയത്ത് ആ സമയത്ത് തന്നെ ലൈറ്റ് മുഖത്ത് അടിക്കുന്ന രീതിക്കും ഞാനിങ്ങനെ മാറിയാലും അതിന്റെ സെൻസേഴ്സ് എല്ലാം പറ ചേഞ്ച് അബ്സോർബ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ കാണാം ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന, സാധാരണ നമ്മുടെ മറ്റുള്ള ക്യാമറയിലൊക്കെ ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിലെ ആ ഒരു വൈറ്റ് ചുവര് ഇങ്ങനെ ഡാർക്ക് ആവുകയും ലൈറ്റ് ആവുന്നതും പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇതിൽ അങ്ങനെയൊന്നും അറിയാൻ പറ്റത്തില്ല. പിന്നെ ഇതിന്റെ നൈറ്റ് മോഡ് ക്യാമറ എന്ന് പറയുമ്പോൾ ബെസ്റ്റ് ഇൻ ക്ലാസ് ആണ്. നിങ്ങൾക്കിപ്പോൾ വിഷ്വലി കാണാം നൈറ്റ് മോഡ് ക്യാമറയിൽ എന്ത് അടിപൊളിയായിട്ടാണ് ഫോട്ടോസ് വരുന്നത്. ശരിക്കും ഈ ഒബ്ജക്റ്റ് എല്ലാം ഒരുപാട് ദൂരോട്ടാണ് ഇരിക്കുന്നത്. അത് ബോത്ത് വീഡിയോ ആയാലും നമ്മുടെ ഫോട്ടോസ് ആയാലും പക്കയാണ് അതിൻ്റെ ഒരു ക്ലാരിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ വിഷ്വൽസിൽ നിന്നും, അതായത് എൻ്റെ ഈ ഒരു വീഡിയോസിൽ നിന്ന് നിങ്ങൾക്ക് ഇത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഫയൽ നമ്മുടെ ഫോണിലോ കയ്യിലോ ഒക്കെ കിട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു എക്സ്ട്രീം ക്വാളിറ്റി അറിയാൻ പറ്റുന്നത്. ഇത് നമ്മുടെ ഒരു നോർമൽ സിറ്റുവേഷനിൽ നമ്മുടെ നാട്ടിലെ ഒരു സൺലൈറ്റിന്റെ ഒക്കെ കണ്ടീഷനിൽ വെയിലത്ത് വെച്ചിട്ടല്ല, വീട്ടിന്റെ നടയിലൊക്കെ വെച്ചിട്ട് എടുത്ത ഒരു വീഡിയോ വിഷ്വലാണ്. നിങ്ങൾക്ക് അതിന്റെ ഒരു കളർ ഒക്കെ എന്തുമാത്രം കളറും അതിന്റെ ഒരു ഫോക്കസും ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. വളരെ മികച്ച ഒരു ക്യാമറ പെർഫോമൻസ് ആണ് നൈറ്റ് മോഡിലും ഡേ മോഡിലും ഇത് പെർഫോമൻസ് ആണ് തരുന്നത്. നൈറ്റ് മോഡിലും വളരെ മികച്ച പെർഫോമൻസ് ആണ് തരുന്നത്. അതേ സമയത്ത് നമ്മൾ വളരെ വെയിലുള്ള, ഇപ്പോൾ വിഷ്വലി കാണും പോലെ വളരെ വെയിലുള്ള ഒരു സിറ്റുവേഷനിൽ ഫോട്ടോ എടുത്താലും ഒരുപോലെ തന്നെയാണ്. അതിൽ വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല. എഡ്ജ് ഡിറ്റക്ഷൻ ആയിരുന്നാലും അതിന്റെ ഒരു കളർ ക്യാപ്ചറിങ് കപ്പാസിറ്റി ആയിരുന്നാലും എല്ലാം പക്കയാണ്. ഒരുപാട് ആർട്ടിഫിഷ്യൽ ആയിട്ടൊന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഇത് പ്യൂർലി വാട്ടർ പ്രൂഫ് ആണ്. ഈ ഫോൺ പ്യൂർലി വാട്ടർ പ്രൂഫ് ആണ്. നമുക്ക് സ്വിമ്മിംഗ് പൂളിനകത്ത് വേണമെങ്കിലും ഇതും കൊണ്ട് കയറാം. പിന്നെ അതിന് പ്രോസസ്സർ A13 ബയോണിക് ചിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ലാഗ് ഫ്രീ ആയിട്ടുള്ള പ്രോസസ്സറാണ്. ഗെയിമിങ്ങിനായിരുന്നാലും എന്തിനു വേണമെങ്കിലും നമുക്ക് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെയും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. താങ്ക് യു.